ഹലോ ഗൈസ്, ഫസ്റ്റ് ഗിയറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാറില്ല റെക്കോർഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വീട്ടിൽ തന്നെ എനിക്ക് വേറൊരു വണ്ടിയുണ്ട്, അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ റിവ്യൂ ചെയ്യാൻ പറ്റിയ ഒരു വെതറൊന്നും അല്ല ഇപ്പോൾ, പക്ഷെ ജസ്റ്റ് കാണിച്ചു തരാം. വണ്ടി നമുക്ക് സമ്മറിൽ അത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. നന്ദുബ്രോ അവൈലബിൾ അല്ല, നന്ദുബ്രോ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് പിന്നെ ലോക്ക്ഡൗണും ആണ്. അപ്പം നമുക്ക് ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വേറൊരു കാർ ഉള്ളതെന്ന് പറഞ്ഞത് ഒരു 2009 വോക്സ്വാഗൻ റാബിറ്റാണ്. അപ്പോൾ ആ മോഡല് നിർത്തി ഇപ്പോൾ ഇറങ്ങുന്നില്ല. റാബിറ്റ് ഒരു MK6 എന്ന് പറയും, ഒരു 6th ജനറേഷൻ റാബിറ്റാണ്. വോക്സ്വാഗനാണ്. 2009 6th ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, 13 വരെ. 2004 to 8 MK5 5th ജനറേഷൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വണ്ടി ഒന്ന് കാണാം. നമുക്ക് എത്രയിനാണ് എടുത്തത്. ഇപ്പോൾ കാനഡയിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇനീഷ്യലി എടുക്കുന്നത്, പുതിയത് എടുക്കുന്നതിനേക്കാളും. അപ്പോൾ ഇത് എത്രയിനാണ് വാങ്ങിച്ചത്, എങ്ങനെയാണ് നല്ല കാറുകൾ ഇതുപോലത്തെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഴയ മോഡലാണെങ്കിലും ഈ മോഡൽ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ആ കാറൊന്ന് കാണാം. വണ്ടി ഗ്യാരേജിൽ ഇട്ടിട്ട് കുറേ നാളായി, കാരണം ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ 2 കാറിൽ ഒരെണ്ണേ ഓടിക്കാറുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്ത് വെച്ചേക്കുവാണ്, ഫയർ ആൻഡ് തെഫ്റ്റ് മാത്രമാക്കി വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റോഡിൽ ഓടിച്ചുള്ള ഒരു റിവ്യൂ ഇന്നില്ല. ജസ്റ്റ് വണ്ടി കാണിച്ചിട്ടുള്ള റിവ്യൂ, വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള റിവ്യൂ, പിന്നെ ജസ്റ്റ് സ്റ്റാർട്ടാക്കി വേണമെങ്കിൽ ഈ റോട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഓടിക്കാമെന്നല്ലാതെ നമുക്ക് അതിൽ കൂടുതൽ ഓടിക്കാൻ പറ്റില്ല. ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്ത് വെച്ചേക്കാണ്. ഒരു കൊല്ലം ആവാറായിട്ട്, കഴിഞ്ഞ ഫസ്റ്റ് ലോക്ക്ഡൗൺ മുതൽ കാനഡയിൽ ക്യാൻസൽ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റിയ വെതറല്ല. അപ്പോൾ ജസ്റ്റ് 2 വണ്ടിയും കാണാം, ഡീറ്റെയിൽസൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ ഈ വണ്ടി ശരിക്കും വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് ലൈസൻസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് ഡേ കെയറിൽ പോകാറുണ്ട്. ഡേ കെയറിൽ പോകുന്ന സമയത്ത് സ്നോയിലൊക്കെ നടന്നു കൊണ്ടുവിടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു അവൾക്കൊരു ചെറിയ വണ്ടി വേണം, അത്യാവശ്യം നല്ല വണ്ടി, സേഫ്റ്റിയൊക്കെ ഉള്ള വണ്ടി വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പിന്നെ വോക്സ്വാഗൻ നല്ല ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു സേഫ്റ്റിയൊക്കെ ഉള്ള വണ്ടി ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ വോക്സ്വാഗൻ്റെ ഈ റാബിറ്റ് എന്ന് പറഞ്ഞ മോഡൽ, അല്ലെങ്കിൽ ഗോൾഫ് GTA, ഈ മോഡലൊക്കെയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ റാബിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അത് ഞാൻ പറയാം, അതിൻ്റെ കോൺഫിഗറേഷനൊക്കെ പറയാം. പിന്നെ അപ്പോൾ കുറേ തപ്പി, ഓട്ടോ ട്രേഡറൊക്കെ വഴി കുറേ തപ്പി കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി കിട്ടിയത്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് വൈഫിന് വേണ്ടിയിട്ട്. പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയി, ഡേ കെയർ പോക്കൊക്കെ നിർത്തി, പിന്നെ ഈ വണ്ടി ഉപയോഗിക്കാറായി. അപ്പോൾ ഞാൻ വെറുതെ ഗ്യാരേജിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതൊരു 5-6 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ഓൺ ആവില്ലോ നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബാറ്ററി എന്തായാലും ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ സൗണ്ട് ആട്ടോ അത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓ പെർഫെക്റ്റ്, ഫസ്റ്റ് ടൈം തന്നെ സ്റ്റാർട്ടായി. ഒരു ഇഷ്യൂ ഇല്ല വണ്ടിക്ക്. ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ഇത്രയും നാൾ പാർക്ക് ചെയ്തിട്ടിട്ടും സ്റ്റാർട്ടായി. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത്, അതായത് 2009 ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള ഹാച്ച് ബാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്. അതുമാത്രമല്ല ഇതിനകത്ത് ഡ്യുവൽ ഹെഡ് ലാംപ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വോക്സ്വാഗൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ.
പിന്നെ റാബിറ്റിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഡോറ് 5 ഡോറും വരുന്നുണ്ട്, 3 ഡോർ ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 5 ഡോറാണ് ആ സമയത്ത്. കാരണം കൊച്ചിനെ കയറ്റാനും ഇറക്കാനും എളുപ്പത്തിലൊക്കെ 5 ഡോറാണല്ലോ സൗകര്യം. അതുകൊണ്ടാണ് 5 ഡോർ ഓപ്ഷൻ എടുത്തത്. പിന്നെ അതുമാത്രമല്ല, സൈഡ് മിററിലൊക്കെ നമുക്ക് ഇപ്പോൾ സൈഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് മിററിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടേൺ സിഗ്നൽസും പിന്നെ ഡോറ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു ബമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ സൈഡ് വിൻഡോസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 16 ഇഞ്ച് അലോയ്സാണ് വന്നിരിക്കുന്നത്. 16 ഇഞ്ച് അല്ലാതെ നമുക്ക് 18 ഇഞ്ച് വരെ ഇടാം. ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ അതിനകത്ത് 18 ഇഞ്ച് അലോയ്സ് ആയിരുന്നു വിൻ്റർ ടയർ ഇട്ടിരുന്നത്. പിന്നെ ഞാനത് മാറ്റി 16 ഇഞ്ചിലേക്ക് ആക്കിയതാണ്. അപ്പോൾ ബാക്കിലെ ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ റിയർ സ്പോയിലറിൻ്റെ തന്നെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു റൗണ്ടിലുള്ള ബ്രേക്ക് ലൈറ്റ്സ് പ്ലസ് റിവേഴ്സിൻ്റെ ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫങ്ഷനിങ് ആണ് കേട്ടോ. ഈ ബ്രേക്ക് ലൈറ്റ് ചുമ്മാ കൊടുത്തേക്കുന്നതല്ല, ഇത് ഫങ്ഷനിങ് ആണ്. ഈസിലി ചേഞ്ചബിളും ആണ്. ഞാൻ വണ്ടി വാങ്ങിച്ചായിട്ട് ഒരു തവണ ഇത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് തന്നെ. അപ്പോൾ ഇത് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ഈസിയാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ വോക്സ്വാഗൻ്റെ സിമ്പിൾ തന്നെയാണ് ഇതിൻ്റെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ. അതൊരു കിടിലൻ ഡിസൈനാണ്. പിന്നെ ട്രങ്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ട്രങ്കാണ്. നമുക്കൊരു 2-3 പെട്ടിയൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് സ്ട്രോളർ ബാക്കി കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് ഈ ട്രങ്കിൽ വയ്ക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റാറുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിന് റിവേഴ്സ് ക്യാമറ ഇല്ല. പക്ഷെ ഞാൻ വേറൊരു സെപ്പറേറ്റ് റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ എവിടെ വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വൈഫ് വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോഴത്തേക്കും ലൈസൻസ് എടുത്ത് ഫസ്റ്റ് വണ്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് റിവേഴ്സ് ക്യാമറ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു $100 ആവുള്ളൂ ഒരു പുതിയ റിവേഴ്സ് ക്യാമറ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ അത് വലിയ എക്സ്പെൻസീവ് അല്ല. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ പുതിയ കാറല്ലാതെ യൂസ്ഡ് കാറ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരൊക്കെ നോക്കുവാണെങ്കിൽ റിവേഴ്സ് ക്യാമറ ഇല്ല എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ആ വണ്ടി വാങ്ങിക്കാതിരിക്കേണ്ട. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വെറും $100 കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ഹൈ ക്വാളിറ്റി റിവേഴ്സ് ക്യാമറ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഗൈസ്, നല്ല തണുപ്പാട്ടോ. റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും -15 അടുത്തുണ്ട്. അതുകൊണ്ട് പുറത്തൊന്നും ഒത്തിരി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ നോയ്സൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. വണ്ടിയുടെ നോയ്സ് ചിലപ്പോൾ വരുന്നുണ്ടാവും കുറച്ച്. കാരണം ഹീറ്റർ ഓൺ ആക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ എൻജിൻ പവറിലേക്ക് പോകാം നമുക്ക്. വോക്സ്വാഗൻ ഗോൾഫ് ഒക്കെ നിങ്ങൾക്കറിയാം, നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിനാണ്. ചെറിയ വണ്ടിയാണെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിനാണ്. ഈ വണ്ടിക്കും അതെ, നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിനാണ്. എൻജിൻ കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് എൻജിനാണ് തുടക്കത്തിൽ MK5 2004-8 മോഡലിൽ ആദ്യം കൊണ്ടുവന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സിലിണ്ടർ ഇൻലൈൻ എൻജിനാണ്. 150 ഹോഴ്സ് പവർ ആയിരുന്നു ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്റർ ടർബോ എൻജിൻ 200 ഹോഴ്സ് പവർ എൻജിനാണ് രണ്ടാമത് കൊണ്ടുവന്നത്. പിന്നെ ഈ 150 ഹോഴ്സ് പവർ എൻജിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് 170 ഹോഴ്സ് പവർ ആക്കി മാറ്റി വോക്സ്വാഗൻ. ഓക്കെ, അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ്, അതായത് ഞാനൊക്കെ വാങ്ങിച്ച ആ മോഡൽ 2009 MK6 മോഡൽ, ആ സമയത്ത് 150 ഹോഴ്സ് പവറിൻ്റെ എൻജിൻ ഇല്ലായിരുന്നു. അത് അവർ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ എൻ്റെ വണ്ടിയും 5 സിലിണ്ടർ ഇൻലൈൻ 170 ഹോഴ്സ് പവർ ആണ്. 179 പൗണ്ട് ഫീറ്റ് ഓഫ് ടോർക്കിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല, സേഫ്റ്റി റാങ്കിങ്ങിൽ ക്രാഷ് ടെസ്റ്റിൽ 5 ആണ്. ഗുഡാണ് കാറ്റഗറി ആ സമയത്ത്. അപ്പോൾ അത്രയ്ക്ക് സേഫ്റ്റി ഉള്ളൊരു വണ്ടിയാണ്. അത് സൈഡ് ക്രാഷിനും ഫ്രണ്ട് ക്രാഷിനും ഗുഡാണ് കൊടുത്തിരിക്കുന്നത് ഹൈവേ അതോറിറ്റിയുടെ ക്രാഷ് ടെസ്റ്റിൽ. ഞാൻ ഇവിടുന്ന് ഒരു 75 കിലോമീറ്റർ ദൂരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി പോയി വന്നുകൊണ്ടിരുന്നതാണ്. ഒരിടയ്ക്ക് ഡെയിലി ഇല്ലെങ്കിലും ഒരു ആഴ്ചയിൽ 2-3 ഡേയ്സ് എങ്കിലും ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാറ്, എൻ്റെ മറ്റേ വണ്ടിയല്ല. വളരെ വളരെ കംഫർട്ടാണ്. നമ്മൾ ഒട്ടും ക്ഷീണം അറിയത്തില്ല. നല്ല പവറാണ്. സ്നോയിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് പെർഫോമൻസ് ആണ് ഉണ്ടായിരുന്നത്. വളരെ ഹാപ്പിയായിരുന്നു ഈ വണ്ടി. അതുമാത്രമല്ല, നല്ല മൈലേജും ഉണ്ട് നമുക്ക്. പിന്നെ
ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് ട്രാൻസ്മിഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് 5 and 6 സ്പീഡ് മാനുവലും പിന്നെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഓക്കെ, അപ്പം അത് ഈസി ആയിരിക്കും. ഇപ്പം വൈഫിനൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് പേഴ്സണലി മാനുവലായിരുന്നു ഇഷ്ടം. പക്ഷേ വൈഫിന് മാനുവൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓട്ടോമാറ്റിക് എടുത്തത്. അവൾക്ക് കൊണ്ടുപോകാൻ അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പവർ വിൻഡോസ് ഉണ്ട്, പവർ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മിറർ, സൈഡിലെ ഡോറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, പവർ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ യൂറോപ്യൻ കാറിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഉള്ള ലൈറ്റിംഗ്, അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഓപ്ഷൻ ഇല്ല, ഓട്ടോമാറ്റിക് ലൈറ്റ് ഇല്ല ഇതിനകത്ത് ഈ ഒരു മോഡലിൽ. പിന്നെ ഒരു അനലോഗ് മീറ്ററാണ് ഇതിപ്പോൾ. സ്പീഡോമീറ്റർ ആയാലും ടാക്കോമീറ്റർ ആയാലും എല്ലാം അനലോഗായിട്ടുള്ള മാത്രമായിട്ടുള്ള മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ കൺസോളിലും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫീച്ചേഴ്സൊന്നുമില്ല. റേഡിയോ ഉണ്ട്, ഒരു MP3 ഡിസ്ക് CD പ്ലെയർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ആ സമയത്തെ നമുക്ക് ഹീറ്റഡ് സീറ്റ്സാണ് ഡ്രൈവറിനും പാസഞ്ചറിനും കൊടുത്തിരിക്കുന്നത് വോക്സ്വാഗൺ. അതൊക്കെ എന്താ പറയുക, ആ സമയത്തൊക്കെ എത്ര വണ്ടിയിൽ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കണം. ഇപ്പം തന്നെ പല വണ്ടികളിലും ഈ ഒരു ഹീറ്റഡ് സീറ്റ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം വിൻ്ററിലൊക്കെ നല്ലൊരു ഫീച്ചറാണത്. പിന്നെ കീലെസ് എൻട്രി ഇല്ല. കീലെസ് എൻട്രിക്ക് പകരം കീ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. കീലെസ് എൻട്രി ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ചിലപ്പോൾ വല്ല ലക്ഷറി കാറുകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ലിറ്റർ പെർ 100 കിലോമീറ്ററാണ് സിറ്റിയിലാണെങ്കിൽ. ഹൈവേയിലാണെങ്കിൽ 7 ആണ് പറയുന്നത്. കമ്പൈൻഡ് ഏകദേശം 9 ലിറ്റർ പെർ 100 കിലോമീറ്ററാണ് പറയുന്നത് കമ്പനി. പക്ഷേ എനിക്കും ഏകദേശം അതേപോലെ തന്നെ 8.5, 8 ഒക്കെയാണ് എനിക്ക് കിട്ടാറുള്ളത്. ഹൈവേ ആണ് ഞാൻ കൂടുതൽ ഓടിക്കാറ്. ഒരു 7.5, 8 റേഞ്ചിലൊക്കെ കിട്ടാറുണ്ട്. നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിരുന്നു വണ്ടി. കാരണം ഞാൻ ഈ വണ്ടിയും എൻ്റെ സുബറുവും അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാം. നമുക്ക് നല്ലോണം ഇതിൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് ഈ വണ്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു അഡ്വാൻറ്റേജും ഉണ്ട്. നല്ല പവർഫുൾ ആണെങ്കിലും നല്ല ഫ്യൂവൽ എഫിഷ്യൻറ്റുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ. ഇത് നമ്മളുടെ റിയർ വ്യൂ മിററിൻ്റെ പകരമാണ് ഞാൻ ഈ ഒരു ജസ്റ്റ് ആ റിയർ വ്യൂ മിററിൻ്റെ ടോപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈസി ആയിട്ട് 2 മിനിറ്റിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡിസ്പ്ലേ. അതിൻ്റെ വയറിങ് മാത്രം നമ്മൾ ഇതിൻ്റെ അകത്തോടെ കൊടുക്കണമെന്നേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. ഒരു 1 hour ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവേഴ്സ് ഇട്ടിട്ടില്ല. റിവേഴ്സ് ഇടാതെ തന്നെ നമുക്ക് ഫുൾ ടൈം ഒരു റിയർ വ്യൂ മിററിന് പകരമായിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിലൂടെ വരുന്ന വണ്ടികൾ റിയർ വ്യൂ മിററിൽ കൂടെ കാണുന്നതിന് പകരം ആ ക്യാമറയിൽ കൂടെ കാണാം. കുറച്ചും കൂടെ ഒരു 4K ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും, HD ക്ലാരിറ്റിയിൽ. അപ്പോൾ റിവേഴ്സ് ഇടുമ്പോഴും അത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു ഫീച്ചർ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഇത് റെക്കോർഡിങ്ങുമാണ്. അപ്പോൾ ബാക്കിൽ കൂടെ വരുന്ന, ഇപ്പോൾ ബാക്കിലൊക്കെ ഏതെങ്കിലും വണ്ടികൾ വന്ന് ഇടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും ഇത് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ്. റിയർ വ്യൂ മിറർ പോലെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതുമല്ല റിവേഴ്സ് ക്യാമറ ഇടുമ്പം ഇതിപ്പോൾ നമ്മൾ ഓണാക്കി വെച്ചിട്ടില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ഓൺ ആവും. ഇതിന് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയുണ്ട്. ഇപ്പം ഞാൻ ബാക്ക് ക്യാമറയല്ലേ വെച്ചേക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറും. അപ്പോൾ ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് ക്യാമറയോ ബാക്ക് ക്യാമറയോ ആക്കാനായിട്ട് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഏത് ക്യാമറ റെക്കോർഡ് ചെയ്യണോ ആ ക്യാമറ റെക്കോർഡ് ചെയ്തോളും. അപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ക്യാമറയിലേക്ക് മാറും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ റിവേഴ്സിലേക്ക് ഇടുവാണ്, കണ്ടോ, ബാക്കിലേക്ക് മാറി. അത് മാത്രമല്ല റിവേഴ്സിൻ്റെ ഈ ലൈൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. വെറും $100 നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ റിവേഴ്സ് ക്യാമറ ഇല്ലയെന്ന് ഓർത്ത് ആരും വണ്ടി വേണ്ടാന്ന് വെക്കരുത്. ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൺഗ്ലാസ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2009 മോഡലിൽ പോലും. എൻ്റെ 2017 ഫോറസ്റ്ററിൽ സൺഗ്ലാസ് ഹോൾഡർ ഇല്ലായിരുന്നു. അപ്പോൾ 2019 ഇത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവർ ഫീച്ചേഴ്സ് കൊടുത്തിരുന്നതെന്ന് നോക്കാം. പിന്നെ ഇത് നമുക്ക് റീഡിംഗ് ലൈറ്റ്സ് സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോറ് തുറക്കുമ്പോഴത്തെ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത് പാസഞ്ചറിൻ്റെ ലൈറ്റ്സ്, റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ, ചെറിയ 2 സബ് വൂഫർ കൊടുത്തിട്ടുണ്ട് മുകളിൽ.
ഞാനിതിൻ്റെ വാങ്ങിച്ചത് എത്രയിനാണ്, എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, സംഭവങ്ങളൊക്കെ പറയാം. കാരണം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാർ നോക്കുന്നവർ, പുതിയതായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണെങ്കിലും യൂസ്ഡ് കാറുകൾ നോക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് $1500. ഓക്കെ, അത് ഞാൻ ഓട്ടോ ട്രേഡറിൽ നോക്കിയിരുന്ന് എനിക്ക് ആദ്യം നമ്മൾ ഒരു വണ്ടി നോക്കുമ്പോഴത്തേക്കും ഏത് വണ്ടിയാണ് വേണമെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മോഡൽസ് മാത്രം ഓട്ടോ ട്രേഡറിലോ കിജിജിയിലോ ഒക്കെ എപ്പോഴും നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു നല്ല വണ്ടികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, കോമൺ ആയിട്ട് എല്ലാ കാറ്റഗറിയും ഇരുന്ന് നോക്കുന്നതിനേക്കാളും. അപ്പം ഞാൻ ഈ ഒരു വോക്സ്വാഗൻ ഗോൾഫ് ആ ഒരു കാറ്റഗറിയിലുള്ള വണ്ടി അല്ലെങ്കിൽ റാബിറ്റ് പോലത്തെ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു ഓട്ടോ ട്രേഡറിൽ. അപ്പോൾ ഓട്ടോ ട്രേഡറിൽ ഞാൻ പെട്ടെന്ന് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അത് പ്രൈവറ്റ് സെല്ലറാണ് ഇട്ടിരുന്നത്. അപ്പോൾ $1700 അയാൾ സെയിൽ ചെയ്യാൻ ഇട്ടിരുന്നത്. നല്ല വിൻ്റർ ടയറുകൾ ഇൻക്ലൂഡഡ് ആയിരുന്നു അതിനകത്ത്. 18 ഇഞ്ച് വിൻ്റർ ടയർ വിത്ത് റിമ്മ്, അതുകൂടാതെ 16 ഇഞ്ച് ഓൾ സീസൺ ടയർ വിത്ത് വോക്സ്വാഗൻ്റെ റിമ്മ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് $1700 ലിസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നത് 90,000 കിലോമീറ്റർ, ഇപ്പോൾ 298 ആയി. 290,000 കിലോമീറ്ററിന് മുകളിൽ ഈ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും പറയും ഒരു 200,000 ഒക്കെ ഓടിയാൽ തന്നെ നമ്മൾ അയ്യോ എങ്ങനെയാണെന്നൊരു ടെൻഷനൊക്കെ കാണും. പിന്നെ ഞാൻ ഓർത്തു ഓക്കെ 1 ഇയർ ഓടിക്കാൻ കിട്ടിയാലും എനിക്ക് ലാഭമാണല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഓക്കെ പോയി നോക്കാമെന്ന് ഓർത്തു. പോയി നോക്കി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് കിടിലനായിരുന്നു, സ്മൂത്തായിരുന്നു. ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ സ്മൂത്തായിരുന്നു വണ്ടി. സിംഗിൾ ഓണറായിരുന്നു, ഒരു ലേഡി ഡ്രിവൺ ആയിട്ടുള്ള സിംഗിൾ ഓണറായിട്ടുള്ള ഒരാളുടെ വണ്ടിയായിരുന്നു. ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ആളോട് ചോദിച്ചു എന്താണ് ബെസ്റ്റ് ഡീൽ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 1500 ചെയ്യാമെന്ന് പറഞ്ഞു ലാസ്റ്റ്. ഞാൻ അപ്പം തന്നെ ഒരു $200-300 അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ നാളെ വണ്ടി വന്നെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഞാൻ വണ്ടി എൻ്റെ പേരിലേക്ക് മാറ്റാനായിട്ട് പോയി. പിന്നെ നമ്മൾ പേരിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ സേഫ്റ്റി ടെസ്റ്റൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും പക്ഷെ ഞാനത് അഡ്വൈസ് ചെയ്യില്ല അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സേഫ്റ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരിലേക്ക് മാറ്റുവാണ്. ആ പൈസയും കൂടെ കൂടി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഓണറിന്. പക്ഷെ ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സേഫ്റ്റി ടെസ്റ്റ് നമുക്ക് ഇല്ലെങ്കിലും 7 ഡേയ്സിലേക്ക് ടെമ്പററി സേഫ്റ്റി നമുക്ക് തരും. നേരെ സർവീസ് ഒൻറ്റാരിയോ പോയിട്ട് നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ സർവീസ് ഒൻറ്റാരിയോ പോയി അവരുടെ കൂടെ പോയി പിറ്റേ ദിവസം തന്നെ എൻ്റെ പേരിലേക്ക് ആക്കി മാറ്റി വണ്ടി. അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ എനിക്ക് ആകെ ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു ടയർ ഇത്തിരി മോശമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ടയർ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഒരു ടയർ മാറ്റേണ്ട പൈസയായി $100. പിന്നെ ഇതിൻ്റെ വൈപ്പർ ബാക്കിലെ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് പക്ഷേ എനിക്ക് കുറച്ച് പാടായിരുന്നു സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ യൂസ്ഡ് സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട്. അത് വോക്സ്വാഗനിൽ നിന്ന് തന്നെ ഞാൻ പോയി വാങ്ങിക്കുക ചെയ്തത്. അതിന് ഏകദേശം ഒരു $70-80 ആയി. ഈ 2 സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് സേഫ്റ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വണ്ടിക്ക്. അത്രയ്ക്ക് പെർഫെക്റ്റ് കണ്ടീഷനായിരുന്നു. 2000 ഞാൻ എടുത്തു കഴിഞ്ഞിട്ടൊരു 3000-5000 കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. അത്ര ഓടിയിട്ടും എനിക്ക് ഇതുവരെ എന്നെ റോട്ടിൽ കടത്തിയിട്ടുമില്ല, നിന്ന് പോയിട്ടില്ല, ഒന്നുമില്ല. അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല വണ്ടിക്ക് ഇതുവരെ. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററി. അപ്പം ഏതെങ്കിലും ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കാവുന്ന ഒരു ഓപ്ഷനാണ് 2008-7 to 9 റേഞ്ചിലൊക്കെയുള്ള വോക്സ്വാഗൻ ഗോൾഫ് ഓപ്ഷൻസ് അല്ലെങ്കിൽ റാബിറ്റ്. ഇപ്പോൾ GTI അതായത് 2009 മോഡലിൽ ഞാൻ പറഞ്ഞു ആ സമയത്ത് 2 എഞ്ചിൻ ഉണ്ടായിരുന്നെന്ന്. ഒന്ന് 2 ലിറ്റർ ടർബോ, അതാണ് GTI എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിൻ്റെ 2.5 ലിറ്റർ ഇൻലൈൻ എന്ന് പറഞ്ഞാണ് റാബിറ്റ് എന്ന് പറഞ്ഞിറങ്ങിയത്. സോ ഈ 2 ഓപ്ഷനും നിങ്ങൾക്ക് നോക്കാം. ഒരു
$1,500 അല്ലെങ്കിൽ ഒരു 2,000 ബിലോ $3,000 കിട്ടിലൻ സൂപ്പർ വണ്ടികൾ കിട്ടും. പിന്നെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടും ഭയങ്കര കൺട്രോളുമാണ് വണ്ടിയിൽ. നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റി ഇല്ലയെന്നൊന്നും ഫീൽ ചെയ്യത്തില്ല നമ്മൾ. പിന്നെ ആക്സലറേഷൻ, ക്വിക്ക് ആക്സലറേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഷിഫ്റ്റിങ്, ഈ 6 സ്പീഡ് ഓട്ടോമാറ്റിക് അടിപൊളി ഷിഫ്റ്റിംഗ് ആണ്. അപ്പം എന്താ പറയുക, ഒരിത്തിരി പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ വേണം. എന്നാൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അത്യാവശ്യം റീസണബിൾ റേറ്റിന് ഡെയിലി യൂസിന് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് വാങ്ങാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. ഇത്ര നാൾ കൊണ്ട് നടന്നിട്ട്, ഇത്ര നാൾ യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ്. ജസ്റ്റ് ഒന്ന് ഈ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ബൈക്കും ഉണ്ട്. ബൈക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒത്തിരി ഒന്നും റിവ്യൂ ഇപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ സമ്മറിലേക്ക് ഒരു കിടിലനായിട്ട് ഈ ബൈക്ക് മാത്രമല്ല, നമ്മൾ മലയാളികൾ തന്നെ ഒരു 10-40 പേര് ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്. CMMC എന്നാണ് പറയുന്നത്. അതിന് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. ഞാനത് ലിങ്കൊക്കെ താഴെ കൊടുക്കാം. ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങളെല്ലാ വീക്കെൻഡും റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. സ്പോർട്ട്, സൂപ്പർ സ്പോർട്ട് മുതൽ എല്ലാ ടൈപ്പ് വണ്ടികളും നമുക്ക് ആ ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള മലയാളികളുടെ ഇടയിലുണ്ട്. നമുക്ക് ഈ വണ്ടികളൊക്കെ റിവ്യൂ ചെയ്യാം. സമ്മറൊക്കെ ആകുമ്പോൾ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബൈക്കും കൂടെ കാണിക്കാം ഞാൻ, ഏത് വണ്ടിയാണെന്നുള്ളത് എൻ്റെ. അതും കൂടെ കണ്ടിട്ട് നിർത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ ഹാർലി ഡേവിഡ്സൺ സൂപ്പർ ലോ. അതായത് സ്പോർട്സ്റ്ററിൻ്റെ പല മോഡലുണ്ട്. അതിനകത്ത് സൂപ്പർ ലോ എന്ന് പറഞ്ഞാൽ 1200T ടൂറിംഗ് മോഡലാണിത്. 1200 cc എഞ്ചിനുള്ള 2014 മോഡലാണിത്. അത് ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് 2017 ഞാൻ ഈ വണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഗ്യാരേജിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബാറ്ററിയിൽ നിന്ന് ഒരു കണക്ഷൻ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഫെൻഡർ നമ്മൾ എന്നിട്ട് ബാറ്ററി തണുപ്പത്ത് ഡൗൺ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫുൾ ടൈം കുത്തിയിടണം വിൻ്ററിൽ. ഇല്ലയെന്നാണെങ്കിൽ ബാറ്ററി ഡെഡായിരിക്കും. നെക്സ്റ്റ് സീസണിൽ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് ബാറ്ററി കംപ്ലീറ്റ്ലി ഡെഡായി. 1200 cc എൻജിൻ, ഡിസ്ക്. ഇതിന് ABS ഉണ്ട്. ABS ഓപ്ഷണലാണ് ഈ മോഡലിന്. ABS ഉള്ള മോഡലാണിത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സമ്മറിൽ നമ്മൾ കിഡിലിനായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് മോട്ടോർ സൈക്കിൾസ്. അപ്പോൾ നമുക്ക് കാണാം.